പ്രിയമുള്ളവരെ നമസ്കാരം. കഴിഞ്ഞ വീഡിയോൻ്റെ തുടർച്ചയാണ് ഇത്. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്ടിവിറ്റി ഹാക്സ് ഫോർ കരിയർ കൗൺസിലേഴ്സ് എന്ന ടോപ്പിക്കാണ്. നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ വീഡിയോയിൽ. അതുപോലെ എന്തെല്ലാം ട്രിക്സാണ്, ചില ടിപ്പുകൾ നമ്മൾ പറഞ്ഞു തന്നു. പിന്നെ നമ്മൾ ഒരു 12ഓളം പ്രൊഡക്ടിവിറ്റി ഹാക്സ്, പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ടെക്നിക്കുകളാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടായി. നമ്മൾ പോമഡോറോ ടെക്നിക്ക് പഠിച്ചു, ഈറ്റ് ദ ഫ്രോഗ് ടെക്നിക്ക് പഠിച്ചു, ഫൈൻഡ് ദ ഇക്കിഗായ് ടെക്നിക്ക് പഠിച്ചു, പേപ്പർ ക്ലിപ്പ് സ്ട്രാറ്റജി പഠിച്ചു, മുഡ പഠിച്ചു, കൈസൻ പഠിച്ചു, ഷോഷിൻ പഠിച്ചു, ഹരഹച്ചിബു പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ തുടങ്ങി വെച്ച സംഭവമാണ് വാബി സാബി എന്ന് പറയുന്ന ടെക്നിക്ക്. അപ്പോൾ കഴിഞ്ഞ ടെക്നിക്സ് എല്ലാവരുടെയും മനസ്സിലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ ഒരു ടെക്നിക്ക് കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഹാക്സ്, പ്രൊഡക്ടിവിറ്റി ഹാക്സ് എന്ന ടോപ്പിക്ക് നമ്മൾ ഏകദേശം അവസാനിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇനിയൊരു ടോപ്പിക് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാബി സാബിയാണ്. നമ്മുടെ ഈ ടെക്നിക്കുകൾ, വിവിധ തരം ടെക്നിക്കുകൾ, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ടെക്നിക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് വാബി സാബി. ഇതൊരു ജാപ്പനീസ് ടെക്നിക്ക് തന്നെയാണ്. നമ്മൾ ഇതുവരെ കണ്ട പല ടെക്നിക്കുകൾ പോലെ തന്നെ ഇതും ഒരു ജാപ്പനീസ് ടെക്നിക്കാണ്. വാബി സാബി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാറ്റിലും നമ്മൾ ഇംപെർഫെക്ഷനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവുക. അതായത് എല്ലാം പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ എന്നുള്ള വാശിയൊന്നും പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇംപെർഫെക്ഷനെ പോലും നമ്മൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാവണം. എംബ്രേസ് ഇംപെർഫെക്ഷൻ എന്നാണ് ഇതിൻ്റെ ഒരു മോട്ടോ തന്നെ. അതായത് ഏത് കാര്യം ചെയ്യുമ്പോഴും പെർഫെക്റ്റായിട്ട്, അതിനെല്ലാം കൊണ്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്നാൽ മാത്രമേ ഞാനത് ചെയ്യുള്ളൂ എന്നൊരാൾ വിചാരിച്ചിരിക്കരുത്. എങ്കിൽ നമുക്കത് ഒരിക്കലും ചെയ്യാൻ സാധിക്കുകയുണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മൾ അടുത്ത മാർച്ച് 8 മുമ്പായിട്ട് നമ്മുടെ ഒരു പുസ്തകം പുറത്തിറക്കുക എന്ന് പറയുന്ന ഒരു കേസ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടായി. അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ്, നല്ല ഒരു കുന്നിൻ പ്രദേശത്ത്, മനോഹരമായൊരു കോട്ടേജിൽ, നല്ല ഒരു കാട്ടരുവിയുടെയും വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ അടുത്ത്, പുൽമേടൊക്കെ ഉള്ള ഒരു സ്ഥലത്ത്, ഒരു വള്ളിക്കുടിൽ, ആ വള്ളിക്കുടിലിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ചെയറിട്ടിരുന്ന് നല്ല ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ആ സമയത്ത് ഇങ്ങനെ ഒരു കട്ടൻ ചായയും കുടിച്ചുകൊണ്ട് ആ ഒരു റൊമാൻറ്റിക് മൂഡിൽ ഇരുന്നു കൊണ്ട് വേണം എനിക്ക് ആ പുസ്തകം എഴുതാനെന്ന് നമ്മളിങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ ജന്മത്ത് നമുക്ക് ആ പുസ്തകം എഴുതി തീർക്കാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് വേണം? നമ്മളത് ചെയ്തു തുടങ്ങുക. നമ്മുടെ കയ്യിൽ ഉള്ളത് എന്താണോ അത് വെച്ച് നമ്മളത് ചെയ്ത് തുടങ്ങുക. നമ്മുടെ കയ്യിൽ എത്ര പരിമിതമായ റിസോഴ്സസ് ഉണ്ടെങ്കിലും ആ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുക. എല്ലാ സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ ഞാൻ അതിലേക്ക് പോകുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല. എനിക്കൊരു 100 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയതിന് ശേഷം, അല്ലേ, ഒരു VC ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ ബിസിനസ് തുടങ്ങുള്ളൂ എന്നൊരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്തെ അയാൾക്ക് ആ ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. അപ്പം നമ്മുടെ കയ്യിലുള്ളത് എന്താണോ, ആ പരിമിതമായ റിസോഴ്സസ് എത്രയാണോ അത് വെച്ച് തുടങ്ങാം. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏകദേശം ഒരു 2015 ഞാൻ ഈ കോണ്ടൻറ് റൈറ്റിംഗ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ബിസിനസ് ഞാൻ ഫ്രീലാൻസ് ആയിട്ട് തുടങ്ങിയത്. ഞാനൊരു കോളേജിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിരുന്നു. അപ്പോൾ ആ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു സൈഡ് ഹസിൽ പോലെയായിരുന്നു ഞാനത് ചെയ്തുകൊണ്ട് വന്നത്. ശരിക്കും ആ കോളേജിന് വേണ്ടിയുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് മാത്രമായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. അതെനിക്ക് പ്രത്യേകിച്ച് പൈസ ഒന്നും കിട്ടിയിരുന്നില്ല, ശമ്പളത്തിന് പുറമെ എക്സ്ട്രാ എനിക്കൊന്നും കിട്ടിയെന്നൊന്നുമില്ല. പക്ഷേ ഐ വാസ് എൻജോയിങ് ഡൂയിങ് ദാറ്റ്. നല്ലൊരു സംഭവമായിരുന്നു. കോളേജിൽ നല്ല പ്രൊമോഷനായി, നല്ല പബ്ലിസിറ്റിയൊക്കെ ആകുന്നു, അവിടുത്തെ ഈവൻറ്റ്സ് ഒക്കെ നല്ല രീതിയിൽ പ്രൊമോട്ട് ആകുന്നു. പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ആ കോളേജ് വിട്ട് ഇറങ്ങേണ്ട ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ ഞാൻ തീരുമാനിക്കുകയാണ്, ഇനി വേറൊരു സ്ഥാപനത്തിൽ വേറൊരാളുടെ അണ്ടറിൽ ജോലി ചെയ്യുന്ന സാഹചര്യം ഇല്ല, ഇനി സ്വന്തമായിട്ടൊരു സംരംഭം തന്നെ തുടങ്ങി മുമ്പോട്ട് പോകാമെന്ന് ഞാൻ ആലോചിക്കുകയാണ്. ആ സമയത്താണ് ഞാനിങ്ങനെ തീരുമാനിക്കുന്നത്, എന്നാൽ നമ്മുടെ നമുക്ക് ഏറ്റവും കഴിവുള്ള ഈ മേഖല എന്താണ്? നമ്മുടെ ഈ കണ്ടൻറ് റൈറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ള സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അതിനൊരു ബിസിനസ്സാക്കി മാറ്റാൻ ഞാൻ തീരുമാനിക്കുകയാണ്. എന്നിട്ട് അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? എനിക്കൊരു ലാപ്ടോപ്പ് വേണം. പക്ഷേ ആ സമയത്ത് എൻ്റെ കയ്യിലൊരു ലാപ്ടോപ്പ് വാങ്ങാനോ മറ്റുള്ള കാശൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ പരിമിതമായ സംഖ്യ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് വെച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? ലാപ്ടോപ്പ് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും കോംബുക്ക് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ലാപ്ടോപ്പ് പോലെ തന്നെ ഇരിക്കും, പക്ഷേ ലാപ്ടോപ്പിലുള്ള എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവില്ല. മെയിൽ അയക്കാം, നെറ്റ് ബ്രൗസ് ചെയ്യാം, അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ അതിലുണ്ടാവും. പക്ഷേ ഞാനെന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ആ കാശിന് ഒരു 14,000 റുപ്പീസ് കൊടുത്തിട്ട് ഞാൻ ആ കോംബുക്ക് വാങ്ങിയിട്ട് ആ കോംബുക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോണ്ടൻറ് റൈറ്റിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. 1 വർക്ക്, 2 വർക്ക്, 3 വർക്ക് അതിൽ കുറേശ്ശെ കിട്ടി. അതിങ്ങനെ പതുക്കെ അഭിവൃദ്ധിപ്പെട്ട് വന്ന് ഇപ്പോൾ അൽഹംദുലില്ലാ ദൈവത്തിൻ്റെ സഹായം കൊണ്ട് ഒരു 1000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഓഫീസുണ്ട്. ഏകദേശം 10ഓളം സ്റ്റാഫുകൾ എൻ്റെ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്.
നല്ല സൗകര്യങ്ങളുണ്ട്, ഒരുപാട് ക്ലയൻസ് ഉണ്ട്, എല്ലാം ആയി. എൻ്റെ ഒരുപാട് ക്ലയൻസ് ചില പേരൊക്കെ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, നജമുദ്ദീൻ എൻ്റെ ഓഫീസിൽ വന്നിരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ്, നല്ലൊരു വൈബാണ്, ഞാൻ കുറച്ചേരം അവിടെ വന്നിരുന്ന് ജോലി ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ വന്നിരുന്ന് ജോലി ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ ഒന്നുമില്ലാതെ ഒരു ചെറിയൊരു കോംബുക്ക് എൻ്റെ ഒരു ചെറിയൊരു ബാഗിലാക്കിയിട്ട് അത് തോളിൽ തൂക്കിയിട്ടിട്ട് ഇങ്ങനെ നടന്ന് ഉറക്കെ പിടിച്ച് അത് ഏതെങ്കിലുമൊക്കെ കോഫി ഷോപ്പിലോ മറ്റോ ഇരുന്നിട്ടൊക്കെ ഞാൻ ചെയ്തിരുന്നത്. ഓക്കെ, അവിടെ പോയിരിക്കും ക്ലയൻറ്റ് മീറ്റിങ്ങും മറ്റു സംഭവങ്ങളൊക്കെ നമ്മൾ മിക്കവാറും ഏതെങ്കിലുമൊക്കെ കോഫി ഷോപ്പിലോ ഹോട്ടലിലോ ഒക്കെ വെച്ചിട്ടാണ് നടക്കാറുള്ളത്, ചെറിയ ഏതെങ്കിലും ടീ ഷോപ്പിലൊക്കെ വെച്ചിട്ടാണ് നടക്കാറുള്ളത്. പക്ഷേ അത് അന്ന് നമ്മളെ കൊണ്ട് അത്ര പാങ്ങുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ്, ഏറ്റവും നല്ല സൗകര്യങ്ങൾ, നല്ലൊരു ഓഫീസും എയർ കണ്ടീഷൻ്റെ ഓഫീസും ഒരു 10-20 സ്റ്റാഫുകളൊക്കെ ആയതിനു ശേഷമേ ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു, ഇതൊക്കെ പാതിയിലെ വഴിമുട്ടി പോകുമായിരുന്നു. ഞാനൊക്കെ ഈ ഒരു കോഫി ഷോപ്പിലൊക്കെ ഞാൻ പോയിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒരു ജ്യൂസോ അല്ലെങ്കിൽ ഒരു കോഫിയോ ഒക്കെ വാങ്ങിയിട്ട് അത് 1 മണിക്കൂർ വെച്ചിരുന്ന് കഴിക്കും. കാരണം ഈ മീറ്റിംഗ് കഴിയുന്നവരെ അവിടെ ഇരിക്കണ്ടേ, വേറെ വഴിയില്ല. അപ്പോൾ കോഫി ഷോപ്പിൻ്റെ ആളിനെ നോക്കുന്നുണ്ടാവും, എന്താ ഒരു ചായയും വാങ്ങി വെച്ചിങ്ങോണ്ട് ഇങ്ങനെ പോകാത്തത്, ഇത് ഇവിടെ തന്നെ ഇരിക്കണമെന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ ക്ലയൻറ്റും അവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ, പക്ഷേ അത് നമ്മൾ വേറെ വഴിയില്ല, നമ്മളങ്ങനെയൊക്കെ ഇരുന്നിട്ടുണ്ട്. കുറേ കഴിയുമ്പോൾ ഇയാൾ എന്താ ചെയ്യാച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് മനസ്സിലാകും, ഓക്കെ ഇവന് ഇവിടെ ഇരുന്ന് ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളൊരു പ്ലാനിലാണെന്ന്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഒരു കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ വന്നിട്ട് എന്താ വെച്ചാൽ പതുക്കെ ഫാൻ അങ്ങോട്ട് ഓഫാക്കും. ഫാൻ ഓഫാക്കിയാൽ നമുക്കുള്ള സിഗ്നലാണ്, മോനെ മതി പൊയ്ക്കോ, എഴുന്നിട്ട് പൊയ്ക്കോ എന്നുള്ളത്. ഇനി അടുത്ത് ഞാൻ നേരിട്ടൊന്ന് പറയും എന്നുള്ളൊരു സിഗ്നലാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, ഓക്കെ നമ്മൾ ആ സിഗ്നൽ പിടിച്ചെടുത്തിട്ട് എന്നാൽ നമുക്കെന്താ പതുക്കെ ഇറങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് നമ്മളിതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ചില ആളുകളുണ്ട്, അവർ എല്ലാം സെറ്റപ്പും ആയതിനു ശേഷം സ്റ്റാർട്ടിങ്ങിൽ തന്നെ കയറി ആഡംബരമായിട്ടുള്ള ഓഫീസും എയർ കണ്ടീഷനും ഒരുപാട് സ്റ്റാഫുകളും അലങ്കാരപ്പണികളും ഇൻറ്റീരിയർ ഡിസൈനിങ്ങും LED TV-യും മറ്റു എല്ലാ ആഡംബരങ്ങളും ആക്കിയതിന് ശേഷമായിരിക്കും ഒരു ബിസിനസ് തുടങ്ങുക. അതിന് ഒരുപാട് ആളുകളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ആപ്പിളിൻ്റെ ലാപ്ടോപ്സ് വേണം, അതുപോലെ നല്ലൊരു കാറ് വേണം എന്നൊക്കെ ചിന്തിക്കുന്ന ബിസിനസ് തുടങ്ങുന്നേ ഉണ്ടാവുള്ളൂ. അവർ ആ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയൊരു ശതമാനം പോകുന്ന എവിടേക്കായിരിക്കും, ഈ കാറും ഈ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ അത് നമ്മൾ യുക്തിസഹമായിട്ട് നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് സംഖ്യ നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നമുക്ക് എത്ര കാറ് വേണമെങ്കിലും വാങ്ങാം, എത്ര ആഡംബരം വേണമെങ്കിലും കൊണ്ടുവരാം എന്ന് ചിന്തിക്കാനുള്ള കഴിവ് ഈ ആളുകൾക്കില്ല. ഇപ്പോൾ നിങ്ങൾ ചില കേസിൽ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ ഒരു 2000 രൂപയുടെ നോട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഒരു കഴുത അത് കണ്ടാൽ വേഗം പോയി അത് തിന്നു കളയും, അല്ലേ? ആ കഴുതയ്ക്ക് അറിയില്ല ആ 2000 രൂപ ഒരു പേപ്പർ മാർട്ടിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഒരാഴ്ച കുത്തിരുന്ന് കഴിക്കാനുള്ള പേപ്പർ കിട്ടുന്നതിനറിയില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതേപോലുള്ള ആഡംബരങ്ങൾ കാണിക്കുന്ന ആളുകളെ കണ്ടാൽ ഒരു ചെറിയൊരു പൈസ എന്തെങ്കിലും കയ്യിൽ തടയുമ്പോഴത്തേക്കും അതിന് പോയിട്ട് അനാവശ്യമായിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്ന ആൾക്കാരെ കാണുമ്പോൾ എനിക്കെന്തോ ഈ കഴുതകൾ ഓർമ്മ വരും. നമ്മുടെ നാട്ടിൽ ഈ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ അവർ കാറ്ററിങ്ങിൻ്റെ ജോലിക്ക് പോയിട്ടും വേറെ പല പല ജോലികൾക്കൊക്കെ പോയിട്ടും ഫ്രീലാൻസിങ് വർക്കൊക്കെ ചെയ്തിട്ടൊക്കെ ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ കയ്യിൽ വെച്ച് കാശ് വന്നാൽ അവരത് എവിടെയും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, അതല്ലെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങുക, അതെല്ലാം അവർ ചെയ്യുന്നത്. ഒരു നേരെ പോയിട്ട് ഏറ്റവും വില കൂടിയ ഐഫോൺ വാങ്ങുക, അല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഒരു ആഡംബര വസ്തു വാങ്ങിയിട്ട് ഒരു കയ്യിൽ സൂക്ഷിക്കുക, അല്ലെങ്കിൽ അതിൽ കാറ് വാങ്ങിക്കുക, ഫസ്റ്റ് വില കൂടിയ ബൈക്ക് വാങ്ങിക്കുക. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ശ്രദ്ധ പോകുന്നത്. അപ്പോൾ അത് ചെയ്യരുത്. ഏറ്റവും നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നിങ്ങളുടെ കയ്യിൽ എന്ത് റിസോഴ്സാണോ ഉള്ളത് അത് വെച്ചുകൊണ്ട് തുടങ്ങുക, അത് വെച്ച് നിങ്ങൾ ചെയ്ത് തുടങ്ങുക. റിസൾട്ട് താനെ വരും. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്നൊരു ശതമാനം കൊണ്ട് നിങ്ങൾക്ക് പതുക്കെ മറ്റു സൗകര്യങ്ങൾ നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടാൻ സാധിക്കും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെറിയൊരു ഹാൻഡ് ബാഗിൽ ഒരു ചെറിയൊരു കോംബുക്കും വെച്ചുകൊണ്ട് നമ്മൾ നടന്ന് കടകടാന്തരം നടന്ന് നമ്മൾ ഓർഡർ പിടിച്ച് തുടങ്ങിയൊരു സംരംഭം ഇന്ന് ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് സംരംഭകർ നമ്മുടെ ക്ലയൻസ് ആയിട്ടുണ്ട്. മാത്രമല്ല നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുള്ളൊരു ഓഫീസും മറ്റു സൗകര്യങ്ങളും സ്റ്റാഫും എല്ലാം ഇപ്പോൾ ആയി. ഇപ്പോൾ നമുക്ക് ചെയ്യാം. അതെല്ലാം ഗ്രാജുവലി സ്ലോലിയാണ് നമ്മൾ ഈ ലെവലിലേക്ക് നമ്മൾ എത്തിയത്. പക്ഷേ ഇപ്പോൾ ഒരു സമാധാനമുണ്ട്. മറ്റേത് എല്ലാം കൊണ്ടും നമ്മൾ ആഡംബരം കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ കൈവിട്ട് പോകും. ഇപ്പോൾ എനിക്ക് തന്നെ പരിചയമുള്ളൊരു പയ്യനുണ്ട്. അവനിവിടെ ഈ പാലക്കാട് ജില്ലയിലെ കൊപ്പം എന്ന സ്ഥലത്തിൽ നിന്നുള്ളൊരു പയ്യനാണ്. അവന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വലിയൊരു ബിൽഡിംഗ് എടുക്കുന്നു, ഒരു ഫ്ലോർ എടുക്കുന്നു, അതിൽ ആഡംബരപൂർണ്ണമായിട്ടുള്ള ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്യുന്നു, പിന്നെ കുറേ സ്റ്റാഫുകളെ അവിടെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. അതിൻ്റെ ഇനാഗ്രേഷൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഇനാഗ്രേഷൻ ഞാൻ പോയപ്പോൾ പ്രൗഢഗംഭീരമായ സക്സസ് ആയിരുന്നു അത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു വട്ടം അവിടെ പോയപ്പോൾ ഞാൻ കണ്ടു അത് നല്ല ലെവലിൽ ഒരുപാട് ആളുകൾ ഒക്കെ ആയിട്ട് ഇങ്ങനെ, എന്തിനാ അത്ര സ്റ്റാഫെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഒരുപാട് പെൺകുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് സൗകര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യാന്ന് നോക്കി കഴിഞ്ഞാൽ ആർക്കും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എല്ലാവരും വെറുതെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു മാസം മുമ്പ്
വേറെ പ്രാവശ്യം വേണ്ടിയിട്ട് ഹൈലൈറ്റ് മാളിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പോൾ ആ ഓഫീസ് അവിടെ ഇല്ല, അതിൻ്റെ ബോർഡ് പോലും അവിടെ ഇല്ല. അപ്പോൾ എന്താ സംഭവിച്ചതെന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ആ പയ്യൻ കുറച്ചും കൂടി നല്ല സൗകര്യം നോക്കിയിട്ട് വേറെ ഓഫീസിലേക്ക് പോയതായിരിക്കും എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ അതിൻ്റെ നെഗറ്റീവ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം എന്ത് സംഭവിച്ചു എന്ന് നമുക്കതും പറയാൻ പറ്റില്ല. എന്ത് വന്നു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും എന്താ ചെയ്യുക വെച്ചാൽ ഈ വാബി സാബി എന്നുള്ള ടെക്നിക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എല്ലാറ്റിലും പെർഫെക്ഷൻ, എല്ലാം അനുകൂല സാഹചര്യങ്ങൾ മാത്രം വന്നതിന് ശേഷം ഞാനൊരു സംഭവം തുടങ്ങുകയുള്ളൂ, ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് പോസിറ്റീവായിട്ട് വന്നാൽ മാത്രമേ ചെയ്യുള്ളൂ മുതലായിട്ടുള്ള വാശിപിടുത്തങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ ക്രെഡ് എന്ന് പറയുന്ന കമ്പനി ഉണ്ട്. ക്രെഡ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കമ്പനിയായിരിക്കും. ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലും മറ്റൊക്കെ അടയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്രെഡ്. ഈ ക്രെഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ CEO ഉണ്ട്, ഫൗണ്ടർ ആൻഡ് CEO മിസ്റ്റർ കുണാൽ ഷാ. അദ്ദേഹം പറഞ്ഞൊരു വാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് രീതിയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഒരു പ്രിൻറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഓഫീസിൽ എവിടെയൊക്കെ ആൾക്കാർ കാണുന്ന പോലെ വെക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം. അത്രയും അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ഓട്ടക്കാരനാണെന്ന് തെളിയിച്ച് കഴിഞ്ഞാൽ നൈക്കി കമ്പനിയുടെ CEO നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു നൈക്കി ഷൂ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തരും. എന്നിട്ട് പറയും, മോനെ ഇനി മുതൽ നീ നൈക്കി ഷൂ ഇട്ടിട്ട് ഓടിക്കോ എന്ന് പറയും. നേരെ മറിച്ച് നിങ്ങൾക്കൊരു നൈക്കി ഷൂ കിട്ടിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഓടാൻ തുടങ്ങൂ നിങ്ങൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്ത് നിങ്ങളൊരു ഓട്ടക്കാരനാവുന്നുണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്ക്. അതുതന്നെയാണ് പറയാനുള്ളത്. എല്ലാ സൗകര്യങ്ങളും ഒത്തുവന്ന്, എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഒത്തുവന്നതിന് ശേഷം മാത്രമേ ഞാനൊരു കാര്യം ചെയ്യൂ എന്ന് നമ്മൾ വാശി പിടിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും സംഭവിച്ചു എന്ന് വരില്ല. അങ്ങനെ ഒരു സാഹചര്യം ചിലപ്പോൾ ഒരു 100ൽ 1% മാത്രമേ എല്ലാം തികഞ്ഞ് ഒത്തുവരികയുള്ളൂ. പക്ഷേ നമ്മൾ ഉള്ളത് വെച്ചിട്ട് ഏറ്റവും മനോഹരമായി പെർഫോം ചെയ്ത് നമ്മുടെ കഴിവിൻ്റെ പരമാവധി പുറത്തെടുത്ത് അവസരങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടാകും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതാണ് വാബി സാബി എന്ന് പറയുന്നത്. ഇതിന് ചെറിയൊരു ഉദാഹരണം കൂടി പറയുകയാണെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമ പഠിച്ച് ഇറങ്ങിയ 2 ചെറുപ്പക്കാർ അവരൊരു ചെറിയൊരു കുടിസ് മുറിയിലായിരുന്നു താമസിച്ചിരുന്നത്. വലിയ സൗകര്യങ്ങളൊന്നുമില്ല, ആകെ ഒരു ചെയറുണ്ട്, അവർ നിലത്താണ് കിടന്ന് ഉറങ്ങാറുള്ളത്. അങ്ങനെ വളരെയധികം ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെട്ടിട്ടാണ് 2 പയ്യന്മാർ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഒരു ദിവസം അവർ കോഴ്സ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവിടുന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആൾക്കാരൊരു സംഭവം അറിയിച്ചു, നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നല്ലൊരു സിനിമ എടുക്കണം, ഒരു 1.5 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു സിനിമ നിങ്ങൾ എടുക്കണം. ആ സിനിമ നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫീച്ചർ ഫിലിം എടുക്കാനുള്ള ഫുൾ എക്സ്പെൻസസ് ഈ കമ്പനി തരും എന്നായിരുന്നു അവർ അറിയിച്ചത്. അതായത് അവരുടെ കയ്യിലുള്ള റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു സിനിമ എടുത്ത് കാണിക്കണം എങ്കിൽ പിന്നെ അവർക്കൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടൊരു ഫിലിം പ്രൊഡ്യൂസ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനുള്ള അവസരം അവർക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് തരും എന്നായിരുന്നു അവരോട് പറഞ്ഞത്. ഈ പയ്യന്മാർ ഒരു സ്ക്രിപ്റ്റൊക്കെ ഉണ്ടാക്കി എങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് ഭയങ്കര ചിലവാണ്. ആ സ്ക്രിപ്റ്റ് സിനിമ ആക്കണമെങ്കിൽ ഒരുപാട് ചിലവുണ്ട്. ഇവർ എങ്ങനെ നോക്കിയിട്ടും അവർക്ക് അതിനുള്ള ഫണ്ട് റൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കര സങ്കടത്തിലായി. ഇപ്പോൾ എന്താ ചെയ്യുക, ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം എന്താ ചെയ്തെന്നറിയോ, അവർ ആലോചിച്ചു, നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്താ ഉള്ളത് എന്ന് ആലോചിച്ചു. പറഞ്ഞു, നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്താ ഉള്ളത്, ഈ കുടുസും മുറിയും ആ ഒരു ചെയർ മാത്രമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഒരു ഇരുമ്പിൻ്റെ ചെയർ. ഉടനെ തന്നെ മറ്റൊരു പറഞ്ഞാൽ നമുക്കത് കാര്യം ചെയ്താൽ എന്നാൽ ഈ മുറിയും ആ ചെയറും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാവുന്ന പോലെ ഒരു പുതിയൊരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയാലോ എന്ന്. അങ്ങനെ കൊള്ളാൻ തോന്നി. അങ്ങനെ അവരിന്നുകൊണ്ട് ആലോചിച്ചിട്ട് ആ ഒരു മുറിയിൽ വെച്ചിട്ട് ആ ലൈറ്റിങ്ങിൽ ഷൂട്ട് ചെയ്യാവുന്ന ഒരു സ്ക്രിപ്റ്റ്, കുറച്ചൊരു ഹൊറർ ടച്ചുള്ള, കുറച്ചൊരു ബ്ലഡ് ഷെഡൊക്കെ ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് അവർ ആ സിനിമ എടുക്കുകയാണ്. ആ മുറി മാത്രം വെച്ചിട്ട് ആ കസേരയിൽ ഒരു കഥാപാത്രത്തിന് ഇരുത്തിക്കൊണ്ട് ഒരു സിനിമ എടുക്കുകയാണ്. ആ സിനിമ അവർ റിലീസ് ചെയ്യുന്നു, ശ്രദ്ധിക്കപ്പെടുന്നു, ലോകമെങ്ങും വമ്പൻ ഹിറ്റായി ആ സിനിമ മാറുകയാണ്. സിനിമ ഹിറ്റായി മാറിച്ചെങ്കിൽ ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ മാത്രമല്ല, അത് തിയേറ്ററിൽ റിലീസ് ചെയ്ത ആളുകൾ മൊത്തം ഞെട്ടിപ്പോവാണ്. ഇങ്ങനൊരു സിനിമയോ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോവാണ്. ആ സിനിമ ആണ് നിങ്ങൾ ചിലപ്പം പലരും കണ്ടിട്ടുണ്ടാവാം. SAW എന്നാണ് ആ സിനിമയുടെ പേര്, സോ. ആ സിനിമയ്ക്ക് ഇപ്പോൾ 7 ഭാഗങ്ങളുണ്ട്. ഓൾമോസ്റ്റ് 1, 2, 3, 4, 5, 6, 7 എന്ന് പറയുന്നത് 7 ഭാഗങ്ങൾ ആ സിനിമയ്ക്കുണ്ട്. പക്ഷേ അത് തുടങ്ങിയത് എവിടെ നിന്നാണ്, ഒരു കുടിസ് മുറിയിൽ നിന്ന്. പക്ഷേ നമ്മൾ 7ാം ഭാഗം എത്തുമ്പോൾ ഭയങ്കര റിച്ചാട്ടോ. 7ാം ഭാഗം എത്തുമ്പോൾ സിനിമേൻ്റെ ലെവൽ വേറെ മാറിപ്പോവുകയാണ്. പക്ഷേ അവരുടെ തുടക്കം ആ ഒരു കുടിസ് മുറിയിൽ നിന്നും ആ ഒരു ഇരുമ്പിൻ്റെ ചെയറിൽ മാത്രമായിരുന്നു. ആ സിനിമ എടുത്ത ആ ചെറുപ്പക്കാരിൽ ഒരാളായിട്ടുള്ള, അതിൻ്റെ സംവിധായകനായിട്ടുള്ള ജെയിംസ് വാൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനാണ് പിന്നീട് പല വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ കോൺജുറിങ് 2, ദ നൺ പോലൊക്കെയുള്ള ബ്ലോക്ക് ബസ്റ്റർ ഹൊറർ ഫിലിംസ് ബോളിവുഡിന് സമ്മാനിച്ചത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ
അവർ മനസ്സ് കൈവിടുകയാണ്. ഓക്കെ, നമുക്ക് ഫണ്ടില്ല, ഒന്നും ഒത്തുവരുന്നില്ല, നമ്മളത് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നു. അല്ലെങ്കിൽ എല്ലാം തികഞ്ഞതിന് ശേഷമേ ചെയ്യും തീരുമാനിച്ച് കഴിഞ്ഞതൊന്നും സംഭവിക്കില്ലായിരുന്നു. പക്ഷേ അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് വെച്ചുകൊണ്ട് അവർ തുടങ്ങാൻ കാണിച്ച ആ ചങ്കൂറ്റമാണ് അവരെയും അവരുടെ ആ സംരംഭങ്ങളെയും ഇന്ന് ഇത്രയും വലിയൊരു ഉയരങ്ങളിൽ എത്തിച്ചിട്ടുള്ളത്. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ വാബി സാബി എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിൽ നമ്മൾ എന്തുണ്ടോ എന്ന് വെച്ച് തുടങ്ങാം. കുറച്ചൊക്കെ ഇംപെർഫെക്ഷൻസ് ഉണ്ടായിക്കോട്ടെ, എന്നാലും നമ്മൾ എന്ത് ചെയ്യണം, അതിനെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണം. പെർഫെക്റ്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യമില്ല, പെർഫെക്റ്റ്ലി ഇംപെർഫെക്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മൾ അനുകൂല സാഹചര്യങ്ങൾ നോക്കിയിരിക്കരുത്. ഓക്കെ, ഒരു സ്കൂളിലൊരു മത്സരം വെച്ചു. കുട്ടികളെ 2 ഗ്രൂപ്പായി തിരിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പിനോട് പറഞ്ഞു, നിങ്ങൾ 50 കലം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. 50 കലം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതേസമയം വേറൊരു ടീമിനോട് പറഞ്ഞു, നിങ്ങൾ 1 കലം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ മണ്ണും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അങ്ങനെ മത്സരം തുടങ്ങി. പക്ഷേ ഈ 1 കലം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ ടീമല്ല അതിൽ സമ്മാനം നേടിയത്. പകരം 50 കലം ഉണ്ടാക്കാനുള്ള ആ ടീമുണ്ടല്ലോ, അവരാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കലം ഉണ്ടാക്കിയത്. കാരണം അവിടെ ആദ്യത്തെയും 2ാമത്തെയും 3ാമത്തെയും 4ാമത്തെയും ഒക്കെ കലം വളരെ മോശം ക്വാളിറ്റി ആയിരുന്നു. ഒരു ഷേപ്പില്ലാണ്ട്, വടിവില്ലാണ്ട്, രൂപഭംഗിയില്ലാത്ത കലങ്ങളായിരുന്നു. എന്നാൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പഠിച്ചു. അത് വളരെ നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്ത് പിന്നെ കലങ്ങൾ ഇമ്പ്രൂവ് ആവാൻ തുടങ്ങി. അതേസമയം ഒറ്റ കലം മാത്രമേ ഉണ്ടാക്കാവൂ എന്ന രീതിയിൽ നമ്മൾ ടേംസ് കൊടുത്ത ആ ടീമുണ്ടല്ലോ, അവർ 1 കലം തന്നെ ഉണ്ടാക്കി. അത് സാറ്റിസ്ഫാക്ഷൻ വരാണ്ട് വീണ്ടും പൊളിച്ചു, വീണ്ടും ഉണ്ടാക്കി. അതിലും സാറ്റിസ്ഫാക്ഷൻ വന്നില്ല, വീണ്ടും പൊളിച്ചുണ്ടാക്കി. അങ്ങനെ ചെയ്ത് എന്ത് പറ്റി, അവർക്ക് ഒരു നിലക്കും അവർക്ക് നല്ലൊരു കലം ഉണ്ടാക്കാനേ പറ്റിയില്ല. നേരെ മറിച്ച് പലതിലൂടെ ഉണ്ടാക്കി വന്ന ആളുകൾ അവരുടെ ആ ഒരു എഫേർട്ട് കൊണ്ടും എഫിഷ്യൻസി കൊണ്ടും നല്ല രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് വാബി സാബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രൊഡക്ടിവിറ്റീൻ്റെ ഒരു ഭാഗമായിട്ട് പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ട്രിക്കായിട്ട് പറയാവുന്ന ഒരു സംഗതിയാണ് ഇത്. ഇതൊക്കെ എൻ്റെ ലൈഫിൽ ഞാൻ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഒരു സംഗതി. വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു പുസ്തകം, അതായത് ലോകത്ത് ഏറ്റവും കൂടുതൽ കോപ്പികൾ വിറ്റഴിഞ്ഞൊരു പുസ്തകത്തിൻ്റെ ഒരു ഓഥർ, അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ആളുകൾ, എങ്ങനെയാണ് താങ്കൾക്ക് ഇത്രയും മനോഹരമായൊരു പുസ്തകം എഴുതാൻ സാധിച്ചതെന്ന് വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: 1 അബ്സേർഡ് ലൈൻ പെർ ഡേ എന്ന്. ഓരോ ദിവസവും ഞാൻ എന്തെങ്കിലും മണ്ടത്തരം അതിൽ എഴുതി വയ്ക്കും. അത് കുറേ കഴിഞ്ഞപ്പോൾ നല്ലൊരു പുസ്തകമായിട്ട് മാറി, അല്ലേ? അങ്ങനെ തന്നെയാണ്. നമുക്ക് ഒരു എല്ലാ പ്രാസവും മണിപ്രവാളവും ഒത്ത ഒരു സെൻറ്റൻസ് നമ്മുടെ മൈൻഡിൽ രൂപപ്പെട്ടതിന് ശേഷം അത് കടലാസിലേക്ക് പകർത്താൻ നോക്കിക്കഴിഞ്ഞാൽ നടന്നു വരില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു, നമ്മുടെ മൈൻഡിലേക്ക് വരുന്നൊരു വാചകം നമ്മൾ ആ പേപ്പറിലേക്ക് എഴുതുന്നു. പിന്നെ നമ്മൾ കുറേ കഴിയുമ്പോൾ വെട്ടിത്തിരുത്തി കറക്റ്റ് ചെയ്ത് ഫർണിഷ് ചെയ്ത് അതിനെ കുറച്ച് പൊടിപ്പുന്തങ്ങളൊക്കെ വെച്ച് ഇമ്പ്രൂവ് ചെയ്ത് വരുമ്പോഴാണ് അത് നല്ലൊരു കൃതിയായിട്ട് മാറുക. അപ്പോൾ അതുപോലെ തന്നെ അദ്ദേഹം പറയുന്ന വാക്കാണ് 1 അബ്സേർഡ് ലൈൻ പെർ ഡേ എന്ന്. ഓരോ ദിവസവും ഞാൻ എന്തെങ്കിലും ഒരു മണ്ടത്തരങ്ങൾ കുറിച്ച് വയ്ക്കും. അത് കാലക്രമേണ നല്ലൊരു പുസ്തകമായിട്ട് വന്നു എന്ന്. അതുതന്നെയാണ് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്. ആ കോൺസെപ്റ്റ് തന്നെയാണ് വാബി സാബി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇംപെർഫെക്ഷൻ, ഇതാണ് ഇതിൻ്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്നത് ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് സൂക്ഷിച്ച് നോക്കൂ. വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ളൊരു സിംഗറാണ് ഇവർ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ അവരുടെ പേര് കാണിച്ചു തരാം. സെലീന ഡിയോൺ, ഇതാണ് അവരുടെ പേര്. സെലീന ഡിയോൺ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് ഓർമ്മ വരുന്നുണ്ടോ? അവർ നല്ലൊരു സിംഗറാണ്. അവർ പാടിയ പാട്ട് ലോകമെമ്പാടും ഏറ്റുപാടിയ ഒരു പാട്ടാണ്. ആ പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ ഒന്ന് നോക്കൂ. ഓക്കെ, ഞാൻ തന്നെ പറയാം. വേൾഡ് ഹിറ്റുകളിലൊന്നായ ടൈറ്റാനിക് എന്ന സിനിമയിലെ എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് ഐ സീ യു ഐ ഫീൽ യു എന്ന് പറയുന്ന പാട്ടുണ്ട്. മൈ ഹാർട്ട് ഗോസ് ഓൺ എന്ന് പറയുന്ന ആ പ്രശസ്തമായിട്ടുള്ളൊരു പാട്ടുണ്ട്. നിങ്ങൾ പലരും അത് കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലേ? എവറി നൈറ്റ് ഇൻ മൈ ഡ്രീംസ് ഐ സീ യു ഐ ഫീൽ യു എന്ന് പറയുന്നൊരു പാട്ട്, മനോഹരമായൊരു പാട്ടാണ്. പ്രണയത്തിൻ്റെ എല്ലാ വികാരങ്ങളെയും ഉള്ളിലൊളിപ്പിച്ച അർത്ഥവത്തായിട്ടുള്ള വരികളും ഈണവുമായിട്ടുള്ള മനോഹരമായൊരു ഗാനമാണ്. ജെയിംസ് ഹോണർ ഈണം നൽകിയൊരു ഗാനമാണ്. എനിക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടാണ്. ആ പാട്ട് പാടിയ ഗായികയാണ് സെലീന ഡിയോൺ. ആ പാട്ട് ഇറങ്ങിയതിന് ശേഷം ഇവർ വളരെയധികം പോപ്പുലർ ആവുകയും ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിൽ ഇവർ സഞ്ചരിച്ചിട്ട് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാംസ് ചെയ്യുകയൊക്കെ ചെയ്തു. വളരെ പോപ്പുലാരിറ്റി ആയി ഇവർക്ക്. അങ്ങനെ ഇവരുടെ പോപ്പുലാരിറ്റിയുടെ ആ ഒരു ഹൈറ്റിൽ നിൽക്കുന്ന സമയത്ത് ഒരു പത്രപ്രവർത്തക ഇദ്ദേഹത്തോട് ചോദിച്ചു, മാഡം താങ്കൾ ഇത്രയും വലിയൊരു ഗായികയാവുന്നും ഇത്രയും കൂടുതൽ ലോകരാഷ്ട്രങ്ങളിലൊക്കെ സഞ്ചരിച്ച് ഒരുപാട് മ്യൂസിക് കോൺസേർട്ടുകളൊക്കെ ചെയ്യുന്നതൊക്കെ താങ്കൾ എപ്പോഴെങ്കിലും
പ്രതീക്ഷിച്ചിരുന്നോ? നിനക്ക് സംഭവിക്കുന്ന എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്നോ എന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു വാക്കുണ്ട്, യെസ്, തീർച്ചയായിട്ടും. എപ്പോൾ എന്ന് വെച്ചു, എൻ്റെ 5ാമത്തെ വയസ്സ് മുതൽ ഞാനിതിൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊരു സംഭവം എൻ്റെ ലൈഫിൽ നടക്കുന്ന. എൻ്റെ 5ാമത്തെ വയസ്സ് മുതൽ ഞാനിതിനു വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഇതൊക്കെ എൻ്റെ മനസ്സിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ ദൃശ്യവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒക്കെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വലിയ പാട്ടുകാരിയാവുന്നതും എനിക്ക് ഒരുപാട് പോപ്പുലാരിറ്റി കിട്ടുന്നതും എനിക്ക് ഒരു വേൾഡ് ഫേമസ് ആയിട്ട് ഉള്ള ഒരാളായിട്ട് ഞാൻ മാറുന്നതും എനിക്ക് ഒരുപാട് ആരാധകരുണ്ടാവുന്നതും ഒരുപാട് രാജ്യങ്ങളിലൊക്കെ ഞാൻ സഞ്ചരിച്ചിട്ട് മ്യൂസിക് കോൺസേർട്ടുകൾ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ എൻവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതെനിക്കൊരു പുതുമയൊന്നും അല്ല എന്നുള്ളത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൈൻഡിൽ നമ്മൾ ആരാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, നമ്മുടെ സ്വപ്നം എന്താണെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് എത്തിപ്പിടിക്കാൻ വേണ്ടി അതിനെ എപ്പോഴും ഇങ്ങനെ എൻവിഷൻ ചെയ്തുകൊണ്ടേയിരിക്കുക, അത് മനസ്സിൽ സങ്കല്പിക്കുക, അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ രീതിയിൽ നമ്മൾ അതിനെ കണ്ടിട്ട് അതിനു വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക. ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അദ്ദേഹം ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള നടനാണ്, നല്ലൊരു നടനാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് ജിം കാരി. ജിം കാരി എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഈ ജിം കാരിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ള മൂവി ഉണ്ട്, അതാർക്കെങ്കിലും പറയാൻ പറ്റുമോ? യെസ്, ഞാൻ പറയാം. ജിം കാരിയുടെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മൂവി, വൺ ഓഫ് ദ ഫണ്ണിയസ്റ്റ് മൂവി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പടമാണ് ജിം കാരിയൊക്കെ അഭിനയിച്ച ദി മാസ്ക് എന്ന മൂവി. നിങ്ങൾ കാണണം, കണ്ടിട്ടില്ലെങ്കിൽ കാണണം. നല്ല ചിരിക്കാനും ആസ്വദിക്കാനും എൻജോയ് ചെയ്യാനും പറ്റിയൊരു മൂവിയാണ് ദി മാസ്ക്. ഈ ജിം കാരി ചെയ്ത സംഭവം എന്താ അറിയോ? ഇദ്ദേഹം സിനിമയിലൊന്നും ചാൻസ് കിട്ടാണ്ട് തെണ്ടി തിരിഞ്ഞ് വഴിയാധാരമായി നടക്കുന്ന സമയമാണ്. ആ സമയത്ത് ഇദ്ദേഹം ചെയ്തൊരു കാര്യം വളരെയധികം ഒരു ഇൻസ്പയറിംഗ് ആയിട്ടൊരു കാര്യമാണ്. ഇദ്ദേഹം ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ സ്വന്തം ചെക്ക് കയ്യിലെടുത്തു. ഓക്കെ, ഒരു ചെക്ക് എടുത്തു. ആ ചെക്കിൽ ഏകദേശം ഒരു $30 മില്യൺ ചെക്ക്, അത് ഈ അമൗണ്ട് അതിൽ എഴുതി, സംഖ്യ അതിൽ എഴുതി. ഓക്കെ, സ്വന്തം ചെക്ക് എടുത്തിട്ട് സ്വന്തം പേരിലേക്ക് $30 മില്യൺ ചെക്ക് എഴുതി. എന്നിട്ട് ആ ചെക്ക് കൃത്യം അന്ന് ആ ദിവസത്തിൽ നിന്ന് കൃത്യം 1 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു ഡേറ്റിലേക്ക് ആ ഡേറ്റും എഴുതി. ചെക്കിൽ $30 മില്യൺ സംഖ്യ എഴുതി, സ്വന്തം പേര് എഴുതി, ഡേറ്റ് തൊട്ടടുത്ത വർഷം സെയിം ഡേറ്റ് എഴുതി വെച്ചു. എന്നിട്ട് ഒരു ലോക്കറിൽ വെച്ച് പൂട്ടി. ആ പൂട്ടുന്ന സമയത്ത് അദ്ദേഹം മനസ്സിലൊരു പ്രതിജ്ഞ എടുത്തു, അടുത്ത വർഷം ഇതേ ദിവസം ഞാൻ ഈ ചെക്ക് മാറി ക്യാഷ് എടുക്കും, അപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ $30 മില്യൺ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും എന്ന് അദ്ദേഹം സത്യം ചെയ്യുകയാണ്, സ്വയം ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യുന്നു, ഒരുപാട് കഷ്ടപ്പെടുന്നു, ഒരുപാട് അപമാനങ്ങളും മനക്കേടുകളും എല്ലാം സഹിച്ച്, ഒരുപാട് ത്യാഗങ്ങളെല്ലാം സഹിച്ച്, ആരൊക്കെ ആട്ടി പുറത്താക്കിയാലും അതൊന്നും തളരാതെ വീണ്ടും ഹാർഡ് വർക്ക് ചെയ്ത് 1-2 സിനിമകളിൽ ചാൻസ് സംഘടിപ്പിക്കുന്നു. ആ സിനിമകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിന് ദ മാസ്ക് എന്ന സിനിമയിലേക്ക് നായകനായിട്ട് അഭിനയിക്കാനുള്ള അവസരം ലഭിക്കുന്നു. അദ്ദേഹം ആ അവസരം ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. പടം വേൾഡ് വൈഡ് സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്ററായി മാറുന്നു. അതോടുകൂടി അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നു, തലവരെ തെളിയുന്നു. പിന്നെ ഒരുപാട് സിനിമകളായി. അടുത്ത വർഷം ആ ദിവസമായപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ $30 മില്യൺ അല്ല, അതിൽ കൂടുതൽ സംഖ്യ ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം തീരുമാനിച്ച പോലെ തന്നെ ആ ലോക്കർ തുറന്ന് ആ ചെക്ക് എടുത്ത് ബാങ്കിൽ കൊണ്ടുപോയി പൈസ എൻകാഷ് ചെയ്തെടുത്തു. ഇങ്ങനെയാണ് നമ്മുടെ ചില കാര്യങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചില ഡിറ്റർമിനേഷൻ നമ്മുടെ ഉള്ളിൽ ഉണ്ടായേ പറ്റൂ, അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. നമ്മൾ തീരുമാനിക്കണം, നമ്മൾ സ്വയം അങ്ങോട്ട് തീരുമാനിക്കണം, ഞാൻ ഈ കാര്യം ഞാൻ ചെയ്തിരിക്കും, ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയിരിക്കും, ഞാനിത് നേടിയിരിക്കും എന്ന് അദ്ദേഹം സ്വയം അങ്ങോട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓരോരുത്തരും ആ ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം എന്ന് മാത്രം. അപ്പോൾ ജിം കാരി അത് ചെയ്തു. അദ്ദേഹത്തിന് ഇന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്ന, ലോകത്തെ ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള നടന്മാരിൽ ഒരാളാണ് ജിം കാരി. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കണ്ടാൽ തന്നെ മജോറിറ്റി ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയും. ഇപ്പോഴും പറയാറുണ്ട്, ചില ആൾക്കാരെ പറ്റി പറയുമ്പോൾ അവനൊരു ജിം കാരിയാണെന്ന് പറയാറുണ്ട്. ഓക്കെ, അതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പാഠം. നെക്സ്റ്റ്, നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി വളരെ വേൾഡ് ഫേമസ് ആയിട്ടൊരു മോട്ടിവേഷണൽ സ്പീക്കറും ഓതറും ഒക്കെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് സിഗ് സിഗ്ലർ എന്നാണ്. ഒരുപാട് പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് ഈ സെയിൽസുമായിട്ടും മാർക്കറ്റിങ്ങുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ഓതറാണ്. ഇതിൻ്റെ ഒരുപാട് പുസ്തകങ്ങൾ ഇന്ന് ബെസ്റ്റ് സെല്ലേഴ്സാണ്. അദ്ദേഹം ഒരു കാര്യം ചെയ്യുകയുണ്ടായി. അറ്റ് ദ ടോപ്പ് ഓഫ് ദ വേൾഡ് എന്ന് പറഞ്ഞ പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതി. അദ്ദേഹത്തിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് സെല്ലേഴ്സാണ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. അതിൽ അദ്ദേഹം ചെയ്ത സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ബുക്ക് എഴുതുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏകദേശം 90 കിലോഗ്രാം തൂക്കം ഉണ്ടായിരുന്നു. 90 കിലോഗ്രാം. പക്ഷേ അദ്ദേഹം ആ ബുക്കിൽ എഴുതി വെച്ചു, ഒരു പാരഗ്രാഫ് ഇങ്ങനെ എഴുതി വെച്ചത്, ഞാൻ ഈ ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തൂക്കം 90 കിലോഗ്രാമാണ്. പക്ഷേ ഞാൻ ഈ പുസ്തകമൊക്കെ എഴുതി പ്രസിദ്ധീകരിച്ച് ഈ പുസ്തകം നിങ്ങളുടെ കയ്യിലെത്തി നിങ്ങളത് വായിക്കുന്ന സമയത്ത്
എൻ്റെ തൂക്കം 60 കിലോഗ്രാം ആയിരിക്കും എന്ന് ഇദ്ദേഹം ആ ബുക്കിൽ എഴുതി വെക്കുകയാണ്. ഇദ്ദേഹം അങ്ങനെ എഴുതി വെച്ചിട്ട് അത് പബ്ലിക്കേഷന് കൊടുത്തു. ഒരു 6 മാസം കഴിഞ്ഞ് ആ പുസ്തകം അച്ചടിച്ച് വന്ന് പുസ്തകശാലകളിലെത്തി. അത് ജനങ്ങൾ കയ്യിലെടുത്ത് വായിച്ച് തുടങ്ങുമ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ തൂക്കം 60 കിലോ ആയിട്ടുണ്ടായിരുന്നു. ആ 6 മാസം കൊണ്ട് അദ്ദേഹം നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് എക്സസൈസ് ചെയ്ത് തൻ്റെ തൂക്കം കുറയ്ക്കുകയാണ് ചെയ്തത്. ഇതും ഡിറ്റർമിനേഷൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ അദ്ദേഹം സ്വയം ലോക്ക് ചെയ്യുകയാണ്. ഇതിനാണ് സെൽഫ് ലോക്കിംഗ് എന്ന് പറയുന്നത്. സെൽഫ് ലോക്കിംഗ് അതായത് സ്വയം അങ്ങോട്ട് ലോക്ക് ചെയ്യുക. നമുക്കിത് ചെയ്യാതെ നിവൃത്തിയില്ല അവസ്ഥ ക്രിയേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നോക്കൂ, അദ്ദേഹം ആ ബുക്കിൽ അത് എഴുതി വെച്ചു. ഞാൻ 90 കിലോ ആണ് ഇപ്പോൾ തൂക്കം. ഞാനത് നിങ്ങൾ ബുക്ക് വായിക്കുമ്പോഴത്തേക്കും ഞാൻ 60 കിലോ ആയിട്ടുണ്ടാവുന്ന അദ്ദേഹം ആ ബുക്കിൽ എഴുതി വെച്ചു. പക്ഷേ ഇതൊരു പുസ്തകം പുറത്തിറങ്ങിയ സമയത്ത് വായനക്കാർ നോക്കുന്ന സമയത്ത് ഇതിന് തൂക്കം കുറഞ്ഞിട്ടില്ല എന്ന് വിചാരിക്കുക. വായനക്കാർക്ക് അറിയാൻ പറ്റുന്ന മാർഗ്ഗങ്ങളുണ്ടല്ലോ, ഫോട്ടോ മറ്റൊക്കെ കാണുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാകും. അപ്പോൾ ജനങ്ങൾ എന്ത് പറയും? സ്വന്തമായിട്ടൊരു കാര്യം പോലും മര്യാദയ്ക്ക് ചെയ്യാൻ കഴിയാത്ത താനാണോ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിക്കൂലേ? അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്തു? വളരെ കഷ്ടപ്പെട്ടായാലും ആ ബുക്കിൽ എഴുതിയ പോലെ തന്നെ ബുക്ക് പുറത്ത് ഇറങ്ങിയപ്പോഴത്തേക്കും ആ പറഞ്ഞ കാര്യം ചെയ്ത് അങ്ങോട്ട് കാണിച്ചു. ഇതാണ് യഥാർത്ഥ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഈ യഥാർത്ഥ മോട്ടിവേറ്റേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല, മറ്റുള്ളവരോട് വെറുതെ പ്രസംഗിച്ചു കൊണ്ടിരിക്കില്ല. അവർ അത് ചെയ്ത് കാണിക്കും. അതാണ് സിഗ് സിഗ്ലർ ഇവിടെ കാണിച്ചത്. ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് ജെഫ് കെല്ലർ. ഇദ്ദേഹവും വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കോപ്പികൾ വിറ്റഴിഞ്ഞ് പോയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ ഓതറാണ് ജെഫ് കെല്ലർ. ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ്. ഈ ടോപ്പിക്കിൽ വെച്ചിട്ട് ഇദ്ദേഹത്തിന് ഒരു പുസ്തകം എഴുതണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് കാലമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഒരു പത്രപ്രവർത്തനം പരിചയപ്പെടുകയാണ്. അദ്ദേഹവുമായിട്ടൊരു ധാരണയിലെത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ന്യൂസ് പോർട്ടലിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ഒരു കോളം ചെയ്യാമെന്ന്. ആറ്റിറ്റ്യൂഡ് ഈസ് എവറിത്തിങ് എന്ന് പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടൊരു കോളം എഴുതാൻ തീരുമാനിക്കുകയാണ്. എല്ലാ ആഴ്ചയും ഇദ്ദേഹം ഒരു കോളം അതിന് എഴുതി കൊടുക്കും. അങ്ങനെ അവരുമായിട്ട് ധാരണയിലെത്തി. അതിന് ശേഷം ഈ ഫ്രണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിക്കും. അപ്പോൾ ഫ്രണ്ടിൻ്റെ നിർബന്ധം കൊണ്ട് അദ്ദേഹം ഇങ്ങനെ എപ്പോഴും പെട്ടെന്ന് ആ ആർട്ടിക്കിൾസ് എഴുതി അയച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. ആ ഫ്രണ്ട് അത് പ്രസിദ്ധീകരിക്കും. ഏതെങ്കിലും ഒരു ദിവസം പോലും ഇദ്ദേഹം മടിച്ചിരുന്നാൽ പോലും എന്ത് ചെയ്യും? ആ ഫ്രണ്ട് വിളിച്ച് പറയും, എവിടെ നമ്മുടെ ആർട്ടിക്കിൾ കൊണ്ടാ, ഈ ആഴ്ച സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം നിർബന്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഫ്രണ്ടിൻ്റെ നിർബന്ധം കൊണ്ട് അദ്ദേഹം വീണ്ടും അത് എഴുതാൻ തുടങ്ങി. അങ്ങനെ ഒരു 100 അധ്യായം ആയപ്പോഴത്തേക്കും ഒരു ബുക്കിനുള്ള കണ്ടൻറ്റ് ആവുകയും ആ ബുക്ക് പ്രസിദ്ധീകരിച്ചിരിക്കുകയും വേൾഡ് വൈഡ് വലിയ ഹിറ്റായി മാറുകയും ചെയ്തു. അപ്പോൾ ഒരാളുമായിട്ടൊരു വാഗ്ദാനത്തിൽ ഏർപ്പെട്ട് ഒരാൾക്കൊരു വാക്ക് കൊടുത്ത് നമ്മൾ സ്വയം ലോക്ക് ചെയ്യുകയാണ്. ആ വാക്ക് കൊടുത്തു കഴിഞ്ഞു, ഇനി സ്വയം ഇത് ചെയ്യാണ്ട് നിവൃത്തിയില്ല എന്നൊരു അവസ്ഥ വരികയാണ്. ഇതൊക്കെയാണ് നമ്മൾ സെൽഫ് ലോക്കിംഗ് എന്ന് പറയുന്നത്. ഈ സെയിം ഐഡിയ ഞാനും പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് മാർക്കറ്റിംഗ് ടെക്നിക്സ്, അതായത് മാർക്കറ്റിംഗ് മാജിക് എന്ന പേരിൽ എനിക്കൊരു ബുക്ക് എഴുതാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് ലോകമെമ്പാടുമുള്ള വിവിധ കമ്പനികൾ അവർ പ്രയോഗിച്ച നല്ല മാർക്കറ്റിംഗ് ആശയങ്ങളെ കുറിച്ചൊരു പുസ്തകം എഴുതാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് നടക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഇങ്ങനെ മടിയായിട്ടും മറ്റു പല തിരക്കുകളായിട്ടും ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ മാധ്യമം പേപ്പറിലെ അബ്ബാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, അദ്ദേഹം മാധ്യമം പേപ്പറിലെ എഡിറ്ററാണ്, ബിസിനസ് കോളം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറയുകയാണ്, നിങ്ങൾ എനിക്ക് എന്തെങ്കിലും ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് ആർട്ടിക്കിൾസ് തരും, ഞാൻ പ്രസിദ്ധീകരിക്കാം, നമ്മുടെ ബിസിനസ് പേപ്പറിൽ പ്രസിദ്ധീകരിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാനൊരു ആശയം മുമ്പോട്ട് വെച്ചു. എൻ്റെ കുറേ കാലത്തെ ഒരു ആഗ്രഹമാണ് ലോകത്ത് വിവിധ കമ്പനികൾ പ്രയോഗിച്ച് വിജയിച്ച മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ വെച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതണം എനിക്കൊരു ആഗ്രഹമുണ്ട്, നമുക്ക് അതായാൽ മതിയോ എന്ന് വെച്ചു. ഓ സൂപ്പർ, അതെന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അതിൻ്റെ പിറ്റേ ആഴ്ച മുതൽ അദ്ദേഹത്തിന് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾസ് എഴുതി അയക്കാൻ തുടങ്ങി. അദ്ദേഹം അത് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്യും. അങ്ങനെ എനിക്കത് നല്ലൊരു മൈലേജായി. ഞാനും ഒരുപാട് ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. ആർട്ടിക്കിൾസ് കൃത്യമായിട്ട് എല്ലാ ആഴ്ചയും ഇങ്ങനെ എഴുതി കൊടുക്കും. അപ്പോൾ ഏതെങ്കിലും ഒരാഴ്ച ഞാൻ മടി പിടിച്ചിരുന്നിട്ട് അത് എഴുതായിരുന്നു ഞാൻ ഇദ്ദേഹം നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടേയിരിക്കും, എവിടെ ആർട്ടിക്കിൾ കൊണ്ടാ സമയമായി. ഇപ്പോൾ അത് സൺഡേസിലാണ് പ്രസിദ്ധീകരിക്കാറുള്ളത്. അപ്പോൾ ഞായറാഴ്ച ആവനെ, ഇന്ന് വെള്ളിയാഴ്ച ആയില്ലേ, എവിടെ നിൻ്റെ ആർട്ടിക്കിൾ എന്ന് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, എത്ര തിരക്കുണ്ടെങ്കിലും ഇരുന്നിട്ട് എത്ര മടിയൊക്കെ ഒഴിവാക്കി ഞാൻ എഴുതി കൊടുക്കും. അങ്ങനെ അത് കുറേ ആർട്ടിക്കിൾ ഇത് പ്രസിദ്ധീകരിച്ചു. ഇപ്പോൾ അത് ആ പ്രസിദ്ധീകരിച്ച ആർട്ടിക്കിളെല്ലാം കൂടി ചേർത്ത് നമുക്ക് 50ഓളം ആർട്ടിക്കിൾ ചേർത്ത് ഞങ്ങളിപ്പോൾ മാതൃഭൂമി ബുക്സ് ഒരു ബുക്കാക്കി ഇറക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, അപ്പോൾ വെറും ഒരു സ്വപ്നമായിരുന്ന സംഭവം അത് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ സെൽഫ് ലോക്ക് ചെയ്ത് ഒരു കമ്മിറ്റ്മെൻ്റ് ആക്കി മാറ്റി ചെയ്തു തുടങ്ങിയപ്പോൾ അത് റിയാലിറ്റി ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാജിക്കാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പറയുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞത് ഇതാണ് സെൽഫ് ലോക്കിംഗ് എന്ന് പറയും. ഇപ്പോൾ ഈ ജെഫ് കെല്ലർ ചെയ്ത സംഭവമാണ് സെൽഫ് ലോക്കിംഗ് എന്ന് പറയുന്ന സംഭവത്തിനൊരു ഉദാഹരണമാക്കി നമുക്ക് പറയാവുന്നത്. അതുപോലെ സിഗ് സിഗ്ലർ ചെയ്ത സംഭവം ഉണ്ടല്ലോ, അതും സെൽഫ് ലോക്കിംഗ് തന്നെയാണ്. സെയിം സംഭവം എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്.
ഇപ്പോൾ ഇദ്ദേഹം എങ്ങനെയാണോ പുസ്തകത്തിൽ ആദ്യമേ എഴുതി വെച്ചത് അതുപോലെ ഞാനൊരു കാര്യം ചെയ്തു. ഞാൻ PhD രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആദ്യത്തെ 2 വർഷം ഞാൻ ആരോടും ഒന്നും പറഞ്ഞില്ല. ഇങ്ങനൊരു സംഭവം ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ PhD ചേർന്നിട്ടുണ്ട്, ഞാൻ ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് ഞാൻ ആരോടും ഞാൻ പറഞ്ഞില്ല. കാരണം എന്താണ്, ഇനി അത് അറിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ സേഫ് ആയിരിക്കുമല്ലോ, ആരുടെ മുമ്പിൽ നമ്മൾ നാണം കെട്ട് പോകില്ല. ഇത് ജനങ്ങളെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തില്ല, ആദ്യത്തെ ഒരു 2 വർഷത്തോളം ഞാൻ ആരോടും പറഞ്ഞില്ല ഞാൻ PhD ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ല. അത് കഴിഞ്ഞ് ഒരു 3ാമത്തെ വർഷമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് പറയേണ്ടി വന്നു, ഞാൻ PhD ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് എല്ലാവരോടും പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ആ കേട്ട ആളുകൾ അത് വേറെ ആൾക്കാരോട് പോയി പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, നാട്ടുകാർ മൊത്തം അറിഞ്ഞു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എന്നെക്കൊണ്ട് PhD എടുപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നാട്ടുകാർ ഏറ്റെടുത്തു. എന്നെ എവിടെ കണ്ടാലും PhD എന്തായി, ഹലോ എന്തായി, ഡോക്ടറേറ്റ് കിട്ടിയോ, പഠിത്തം അങ്ങനെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് എന്നെക്കാളും ബേജാറ് അവർക്കായിരുന്നു. അങ്ങനെ അവർ ചോദിച്ച് ഞാൻ എന്ത് ചെയ്തു, അവസാനം അവരെ പേടിച്ചിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങി. കാരണം ലോക്കായി പോയി, ഇനി ചെയ്യാൻ നിർത്തിയില്ല, കാരണം നാട്ടുകാർ കളിയാക്കും. അങ്ങനെ ഞാൻ അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി. അവസാനം ഞാനതിൽ എൻ്റെ ലക്ഷ്യം ഞാൻ നേടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ സെൽഫ് ലോക്കിങ്ങിൻ്റെ ഒരു എക്സാമ്പിളാണ്. അപ്പോൾ നിങ്ങൾ ഇവരൊക്കെ കാണിച്ചെന്ന മഹത്തായ മാതൃകകൾ നമ്മൾ പിൻപറ്റുക, നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചത്. ഇപ്പോൾ നമ്മൾ എൻവിഷൻ യുവർ ഡ്രീംസ് നമ്മളിവിടെ കണ്ടു, റൈറ്റിംഗ് എ ചെക്ക് ഫോർ യുവർ സെൽഫ് കണ്ടു, സെൽഫ് ലോക്കിംഗ് കണ്ടു, അങ്ങനെ ഒരുപാട് നല്ല ടെക്നിക്കുകൾ നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ജാപ്പനീസ് ടെക്നിക്സ് കണ്ടു. ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇതിൻ്റെ കൂടെ ഞാൻ എൻ്റെ വക ഒരു ബോണസായിട്ട് ഞാനൊരു കാര്യം കൂടി ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ചില സമയത്ത് ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡായി പോകും, നമ്മുടെ എനർജി ഡ്രെയിനായി പോയ പോലെ തോന്നും. നമ്മൾ എത്ര തന്നെ ശ്രമിച്ചു കഴിഞ്ഞാലും ചില കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പോൾ നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു ടെക്നിക്ക് ആണ് ഈ 4-7-8 മെത്തേഡ് എന്ന് പറയുന്നത്. ഈ ടെക്നിക്ക് നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. ഈ ഫുട്ബോൾ മാച്ച്, ക്രിക്കറ്റ് മാച്ചൊക്കെ നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വിദേശ കളിക്കാരൊക്കെ നിങ്ങൾ ഈ സംഭവം ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അവർ നല്ല വെയിലത്ത് കളിക്കുമ്പോൾ ക്ഷീണം തോന്നി അവർ ശരീരം തളർച്ച തോന്നുന്ന സമയത്ത് അവർ ഈ സംഭവം അവർ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സംഭവം ഒന്നുമില്ല, നമ്മുടെ നാക്കുണ്ടല്ലോ, നാക്ക് ഒന്നിങ്ങനെ വളച്ച് പിടിക്കുക, എന്നിട്ട് നമ്മുടെ മുകൾ നിരയിലെ പല്ലുകളുണ്ടല്ലോ, മുകളിലത്തെ പല്ലുകൾ, ആ പല്ലുകളുടെ ബാക്കിൽ ടച്ച് ചെയ്യുന്ന പോലെ നാക്ക് വളച്ച് പിടിക്കുക. ഓക്കെ, നമ്മുടെ മുകൾ നിരയിലെ പല്ലുകളിൻ്റെ ബാക്ക് സൈഡിൽ പോയി ടച്ച് ചെയ്ത രീതിയിൽ നമ്മുടെ നാക്ക് വളച്ച് പിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ വായി ചെറുതായി തുറന്നിരിക്കും, ചെറിയ ലെവലിൽ തുറന്നിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ ഈ പറയുന്ന പോലെ 4 തവണ മൂക്കിലൂടെ ശ്വാസം എടുത്ത് വായിലൂടെ പുറത്തേക്ക് വിടുക, എടുക്കുക, വായിലൂടെ പുറത്തേക്ക് കളയുക, മൂക്കിലൂടെ ശ്വസിക്കുക, വായിലൂടെ പുറത്തേക്ക് 4 തവണ ചെയ്യുക. 4 വട്ടം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. ഇതിന് മൈൻഡിൽ 7 തവണ എണ്ണുക. 1, 2, 3, 4, 5, 6, 7 വരെ എണ്ണുക. അതിനുശേഷം വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8 തവണ ശ്വാസം വലിച്ചു വിടുക. മൂക്കിലൂടെ ശ്വാസം വലിച്ചിട്ട് നാക്കിലൂടെ പുറത്തേക്ക് വിടുക. ആ സമയത്ത് നാക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കർവ് ഷേപ്പിൽ നമ്മുടെ മുകളിലത്തെ പല്ലിൻ്റെ ബാക്ക് സൈഡിൽ പോയി തട്ടുന്ന പോലെ വെച്ചിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ഒരു 8 തവണ ശ്വാസം വിടുക. അപ്പോൾ ആദ്യം 4 തവണ, പിന്നെ നമ്മൾ 7 വട്ടം എണ്ണുന്നു, പിന്നെ 8 തവണ. അങ്ങനെ നമ്മൾ ഒരു ശ്വസന പ്രക്രിയ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. നമ്മുടെ ശരീരത്തിലെ ആ ഭാരക്കൂടുതലും അല്ലെങ്കിൽ ആ ഒരു ക്ഷീണം, തളർച്ച, വേദന എല്ലാം പമ്പ കടക്കുകയും നമ്മളൊന്ന് ഉഷാറാവുകയും ചെയ്യും. അപ്പോൾ ഈ വെയിലത്ത് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ കളിക്കുന്ന ആളുകളാണ് ഇത് കാര്യമായി ചെയ്യുക. കാരണം അവരുടെ ആ ഒരു ക്ഷീണം അകറ്റി സ്വയം ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങൾ എന്ത് കാര്യമാണ് ചെയ്യട്ടെ, നിങ്ങളൊരു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് വന്നൊരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്കൊരു ഉറക്കക്ഷീണം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ദേഷ്യം വരുന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല, നിങ്ങൾ രാത്രി ഉറങ്ങാൻ വേണ്ടി പോയി കിടക്കുന്ന സമയത്ത് ഈ ഉറക്കം വരുന്നില്ല, ആ സമയത്ത് നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് പറയുന്ന പേരാണ് 4-7-8 ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രീത്ത് ഇൻ നോസ് ഫോർ 4 seconds, ഹോൾഡ് ഫോർ 7 seconds, ഓക്കെ, ദെൻ ബ്രീത്ത് ഔട്ട് ഫോർ 3 your mouth. അങ്ങനെ 8 സെക്കൻഡ്സ്. അങ്ങനെ ഇങ്ങനെ മാറി നമ്മൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ ദേഷ്യം, പിന്നെ തളർച്ച ഒക്കെ ഒന്ന് നിയന്ത്രിക്കാൻ പറ്റും, ആത്മവിശ്വാസം കൂട്ടാൻ പറ്റും, എനർജി വർദ്ധിപ്പിക്കാൻ പറ്റും, ഏറ്റവും കാര്യക്ഷമമായിട്ട് ഒരു കാര്യം ചെയ്തു തീർക്കാനും പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് ഈ പ്രൊഡക്ടിവിറ്റി കൂട്ടാനുള്ള ടെക്നിക്കുകളാണ്. എങ്ങനെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി എൻഹാൻസ് ചെയ്യുക എന്നുള്ള ടെക്നിക്കുകളാണ് നമ്മളിതുവരെ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ ശേഷം കൺക്ലൂഷൻ പാർട്ടാണ്. നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ കൺക്ലൂഷൻ പാർട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു.
അപ്പം ഞാൻ പ്രൊഡക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞു. പ്രൊഡക്ടിവിറ്റീൻ്റെ കൂട്ടുകാരുടെ ചില ട്രിക്കുകൾ, ടിപ്സുകളൊക്കെ പറഞ്ഞു തന്നു ആദ്യം. പിന്നെ കുറച്ച് ടെക്നിക്സ്, വളരെ എഫക്റ്റീവായിട്ടുള്ള കുറച്ച് ടെക്നിക്സ്, 12ഓളം ടെക്നിക്സ് പ്ലസ് ഇപ്പോൾ ഈ പറഞ്ഞ 4-7-8 മെത്തേഡ്, അതും ഒരു അനക്ഡോട്ടായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരികയുണ്ടായി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു, ഇത്രയും കാര്യങ്ങൾ നിങ്ങളിപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതൊക്കെ കേട്ടു, അങ്ങനെ ഒരു ചെവിയിലൂടെ കേട്ടു, മറ്റേ ചെവിയിലൂടെ വിട്ട് കളഞ്ഞു, മറന്നു കളഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. അത് നിങ്ങളുടെ എല്ലാ ദിവസവും പോലെ തന്നെ ഈ ദിവസവും അങ്ങനെ കടന്നു പോകും, നമ്മുടെ ട്രാഫിക് സിനിമയിൽ പറയുന്ന പോലെ. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ചിന്തിച്ചിട്ട്, നിങ്ങളിപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ 2 വീഡിയോയും കൂടി ആയിട്ട് ഒരു 1.5 മണിക്കൂറിൽ കൂടുതലായിപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഞാനിത് കൺക്ലൂഡ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ 2 മണിക്കൂർ ആവുമെന്ന് വിചാരിക്കാം. ഈ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾ കേട്ട ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് ഫലം ഉണ്ടാവണമെങ്കിൽ, ആ 2 മണിക്കൂർ അർത്ഥവത്താവണമെങ്കിൽ എന്ത് വേണം? നിങ്ങളിത് വെറുതെ കേട്ടാൽ പോരാ. ഈ ചെയ്ത കാര്യങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കുകളും ട്രിക്കുകളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം. എല്ലാം വേണമെന്നില്ല, നിങ്ങളെല്ലാം പരീക്ഷ നോക്കുക. പക്ഷേ ഏതെങ്കിലും 1-2 ടെക്നിക്കുകളായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുക. അപ്പോൾ അത് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾ സ്വയം ചെയ്യാനൊരു തയ്യാറെടുപ്പ് കാണിക്കുക. അത് ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക. അത് നിങ്ങൾ ചെയ്യണം. അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. നമ്മൾ വെറുതെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല, കുറേ പ്ലാൻ ഇട്ടുകൊണ്ട് കാര്യമില്ല. അത് എക്സിക്യൂഷൻ പാർട്ടിലേക്ക് പോകുമ്പോഴേ അതിൻ്റെ യഥാർത്ഥ ഫലം നമുക്ക് കിട്ടുള്ളൂ. അതിനാണ് നമ്മളെന്ത് പറയുന്നത്, ദ ലോ ഓഫ് പേയിങ് ദ പ്രൈസ് എന്ന് പറയുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിച്ച പോലെ നടക്കണമെങ്കിൽ നമ്മളതിന് ചില വില കൊടുക്കേണ്ടതുണ്ട്, അല്ലേ? നമ്മൾ ഒരു വില അതിന് കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയാം, ചെറിയൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇപ്പോൾ ഈ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഒരു മിൽമ പാലിൻ്റെ പാക്കറ്റാണ്, ഒരു 500 ml പാക്കറ്റാണ് നമ്മളിവിടെ കാണുന്നത്, അല്ലേ? ഇതിന് എന്ത് വിലയുണ്ട്? മിൽമയുടെ 500 ml പാക്കറ്റിന് നമുക്ക് നോക്കാം. 24 രൂപയാണ് മിൽമയുടെ 500 ml പാക്കറ്റിൻ്റെ വില. അതേ മിൽമയുടെ തൈര് പാക്കറ്റിൻ്റെ വില, 500 ml തൈര് പാക്കറ്റിൻ്റെ വിലയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്, 28 രൂപ. ഓക്കെ. തേർഡ്, അതേ മിൽമയുടെ 500 ml വെണ്ണ പാക്കറ്റിൻ്റെ വില നമുക്കൊന്ന് കാണാം, 65 രൂപ. ഇനി അതേ മിൽമയുടെ തന്നെ ആ 1/2 ലിറ്ററിൻ്റെ നെയ്യിൻ്റെ വില നമുക്ക് നോക്കാം, ഏതാണ്ട് 160 രൂപ. ഒന്ന് നോക്കിയേ, പാല് 24 രൂപ. പക്ഷെ ആ പാല് തൈരായി മാറിയപ്പോൾ അതിൻ്റെ മൂല്യം 28 രൂപയായിട്ട് വർദ്ധിച്ചു. ആ തൈര് വെണ്ണയായിട്ട് മാറിയപ്പോൾ അതിൻ്റെ മൂല്യം 65 രൂപയായിട്ട് വർദ്ധിച്ചു. ആ വെണ്ണ നെയ്യായി മാറിയപ്പോൾ 160 രൂപയായിട്ട് വർദ്ധിച്ചു. ഈ പാല് നമ്മൾ പഴയ തൈരുമായിട്ട് മിക്സ് ചെയ്യും. ഓക്കെ, അപ്പോഴാണ് ആ പാല് തൈരായി മാറുക. പഴയ തൈരുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് പാല് തൈരായി മാറുക. നമ്മുടെ ലൈഫിൽ നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉള്ള അറിവും അനുഭവങ്ങളുമുള്ള വ്യക്തികളുമായിട്ട് മിങ്കിൾ ചെയ്ത് അവരുമായിട്ട് ഇടപഴകുമ്പോൾ നമ്മളും അവരെ പോലെ അറിവും പക്വതയുള്ള ആളുകളായിട്ട് മാറും. അപ്പോൾ നമുക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അപ്പോൾ നമുക്കും ഒരു മൂല്യവർധന തീർച്ചയായിട്ടും ഉണ്ടാകും. അതുപോലെ ഈ തൈരുണ്ടല്ലോ, ഈ തൈരിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു മത്ത് ഉപയോഗിച്ച് ഇങ്ങനെ കടയും, ഇങ്ങനെ സ്റ്റിർ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ മത്ത് ഉപയോഗിച്ച് ഇങ്ങനെ കടഞ്ഞെടുക്കുമ്പോഴാണ് ആ തൈരിൽ നിന്ന് വെണ്ണയെ നമ്മൾ വേർപെടുത്തി എടുക്കുന്നത്. നമ്മുടെ ഗുരുനാഥന്മാരും നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സഹപ്രവർത്തകരും നമ്മുടെ തൊഴിലുടമകളും ഇങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്ന് നമ്മളിങ്ങനെ ഒരുപാട് എന്താ പറയുക, അവരുടെ ഒരു പ്രത്യേകതരം മത്തുണ്ട്. അത് അവരുടെ ഈഗോ, അവരുടെ അധികാരം, അവരുടെ അവകാശം, അവരുടെ സ്നേഹം, അവരുടെ ഒരു ഗുഡ് ഇൻറ്റൻഷൻ, ബാഡ് ഇൻറ്റൻഷൻ, പല സംഭവങ്ങളുണ്ടാവും. അത് ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യും? അവർ നമ്മളെ ഇങ്ങനെ ആ മത്ത് ഉപയോഗിച്ച് നമ്മളിങ്ങനെ കടഞ്ഞെടുക്കും. അപ്പോൾ നമ്മൾ അതിൽ തളർന്നു പോവുകയല്ല വേണ്ടത്. നേരെ മറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ അതിന്ന് സ്വയം നവീകരിച്ച് ആ തൈരെന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ വെണ്ണക്കട്ടിയായിട്ട് മാറാൻ നമ്മൾ തയ്യാറാവണം. ആ മാറ്റവും നമ്മുടെ മൂല്യം വർദ്ധിപ്പിക്കും. ഈ മത്തുപയോഗിച്ച് കടയുമ്പോൾ എങ്ങനെയാണോ തൈര് വെണ്ണയായിട്ട് മാറുന്നത്, അതേപോലെ നമ്മളും അതിനനുസരിച്ച് മാറാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ മൂല്യവും വർദ്ധിക്കും. ഇതേ വെണ്ണ ഒരു വലിയൊരു ചീനച്ചട്ടിയിലിട്ടിട്ട് അതിലേക്കിങ്ങനെ ഒഴിച്ചിട്ട് താഴ്ന്ന് തീ കൊടുത്ത് ഒരു കയ്യിലുപയോഗിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുമ്പോഴാണ് ആ വെണ്ണ നെയ്യായി മാറുന്നത്. ഓക്കെ, അതേപോലെ തന്നെ
അനുഭവങ്ങൾ, ഭാവിയിൽ നമുക്കുണ്ടാകുന്ന പല പല അനുഭവങ്ങളുണ്ടാകും. നമ്മുടെ ജോലി സ്ഥലത്തും പുറം ലോകത്തും മറ്റൊക്കെ ആയിട്ട് നമുക്കുണ്ടാകുന്ന കുടുംബത്തിലൊക്കെ ഉണ്ടാകുന്ന പല പല അനുഭവങ്ങൾ. ആ അനുഭവങ്ങൾ നമ്മളിങ്ങനെ താഴ്ന്ന് തീ കൊടുത്ത് ഇങ്ങനെ നമ്മൾ നീറ്റി വഴറ്റി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അതിലും തന്നെ നമ്മൾ സ്വയം കരിഞ്ഞു പോകാതെ നമ്മളവിടെ പിടിച്ചു നിന്ന് സ്വയം മാറാൻ തയ്യാറാവുമ്പോൾ നമ്മളും ഒരു പുതിയൊരു വ്യക്തിത്വമായിട്ട് മാറും. നമ്മുടെ മൂല്യം പിന്നെയും പിന്നെയും വർദ്ധിക്കുകയാണ്. ഇവിടെ നോക്കൂ, നിങ്ങൾ വെറും 24 രൂപ വില ഉണ്ടായിരുന്ന ഒരു പാക്കറ്റ് പാല് സ്വയം മാറാൻ തയ്യാറായപ്പോൾ അതിൻ്റെ മൂല്യം 160 രൂപയായിട്ട് വർദ്ധിച്ചു. അത് 160 രൂപ വിലയുള്ളൊരു വസ്തുവായിട്ട് മാറി. പാല് നെയ്യായിട്ട് മാറി. അതുപോലെ തന്നെയാണ് നമ്മളും സ്വയം മാറാൻ തയ്യാറായാൽ നമുക്കും ഒരുപാട് മൂല്യവർദ്ധനവുണ്ടാകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേവലം ഒരു പാക്കറ്റ് പാലിന് പോലും സ്വയം മാറാൻ തയ്യാറാവുമ്പോൾ, സ്വയം പരിവർത്തനപ്പെടാൻ തയ്യാറാവുമ്പോൾ, കാലാവസ്ഥയ്ക്കനുസരിച്ച് സ്വയം മാറാൻ തയ്യാറാവുമ്പോൾ ഇത്രയും വലിയൊരു പുരോഗതി ഉണ്ടാവുന്നുണ്ടെങ്കിൽ, ഇത്രയും പൊട്ടൻഷ്യലുള്ള നമ്മുടെ മനുഷ്യന്മാരുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മൾ വേറൊരു കാര്യം കൂടി ശ്രദ്ധിച്ചോ, പാലിൻ്റെ മൂല്യം മാത്രമല്ല വർദ്ധിക്കുന്നത്, പാലിൻ്റെ ഷെൽഫ് ലൈഫ്, അതിൻ്റെ ആയുസ്സും വർദ്ധിക്കുന്നുണ്ട്. ഒരു പാല് ഫ്രിഡ്ജ് ഇല്ലയെന്ന് വിചാരിക്കുക, ഫ്രിഡ്ജ് കണ്ടുപിടിച്ചിട്ടേ ഇല്ലാന്ന് ഇമാജിൻ ചെയ്യാം. ഒരു പാല് ഫ്രിഡ്ജില്ലെങ്കിൽ പരമാവധി ഒരു ദിവസം മാത്രമേ കേടുവരാണ്ട് നിൽക്കുകയുള്ളൂ. നേരെ മറിച്ച് തൈരാവട്ടെ പരമാവധി 3 ദിവസം വരെ കേടുവരാണ്ട് നിൽക്കും. വെണ്ണ പരമാവധി ഒരാഴ്ച വരെ കേടില്ലാണ്ട് നിൽക്കും. നെയ്യോ മാക്സിമം 3 മാസം വരെ കേടില്ലാണ്ട് നിൽക്കും. അപ്പോൾ മാറാൻ തയ്യാറാവുമ്പോൾ വില മാത്രമല്ല വർദ്ധിക്കുന്നത്, നമ്മുടെ ഷെൽഫ് ലൈഫ് അഥവാ നമ്മുടെ ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു ലെസനാണ്. പാല് പാലായിരുന്നാൽ പുളിച്ചു പോകത്തേ ഉള്ളൂ. പക്ഷേ അത് മാറാൻ തയ്യാറാകുമ്പോഴാണ് അതിൻ്റെ ആയുസ്സും അതിൻ്റെ ദൃഢതയും അതിൻ്റെ സ്ഥൈര്യവും മൂല്യവും എല്ലാം വർദ്ധിക്കുന്നത്. നമ്മുടെ കാര്യവും അതുപോലെ തന്നെയാണ്. നമ്മൾ മാറ്റങ്ങളെ പുൽകാൻ തയ്യാറാവണം. വെറുതെ സങ്കല്പങ്ങളുടെ ലോകത്തിന് ഇരുന്നങ്ങാണ്ട് ഒരു പ്ലാനുകൾ ഇട്ടിട്ട് നമ്മൾ സ്വയം മാറാൻ തയ്യാറാവാതെ അതിനെ ബലം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. പക്ഷെ നമ്മളത് തയ്യാറാകുമ്പോൾ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും നമുക്ക് കിട്ടുകയും ചെയ്യും. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിലൊക്കെ വെക്കുന്ന ഒരു സാധനമാണിത്, ചോളക്കതിർ എന്ന് പറയും. എൻ്റെയൊക്കെ നാട്ടിൽ ഇതിന് 1 കിലോ 20 രൂപയാണ്. 1 കിലോ 20 രൂപ. ഈ 1 കിലോ 20 രൂപ കിട്ടുന്ന സാധനം ചില ആളുകൾ കൊണ്ടുപോയി അതിൽ വേവിച്ച് കുറച്ച് മസാലയൊക്കെ പുരട്ടി ഈ ബീച്ചിലും പാർക്കിലൊക്കെ കൊണ്ടുവന്ന് വിൽക്കും. അപ്പോൾ അവർ വിൽക്കുന്നത് ഒരു കഷ്ണം 20 രൂപയ്ക്കാണ് വിൽക്കുന്നത്. 1 കിലോ 20 രൂപ ഉണ്ടായിരുന്ന സാധനം അവരത് ചൂട് കൊടുത്ത് വേവിച്ച് നീറ്റിയെടുത്തതിന് ശേഷം അതിൽ കുറച്ച് മസാലയൊക്കെ പുരട്ടി കൊടുത്ത് വിൽക്കുമ്പോൾ അതിൻ്റെ വില ഒരു കഷ്ണം 20 രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, കേവലം ഒരു ചോളക്കതിര് പോലും അതിൻ്റെ ആ ചൂടും വേവും ഉഷ്ണവും താങ്ങാൻ തയ്യാറാവുമ്പോൾ അതിൻ്റെ മൂല്യവും വർദ്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യം. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, കുറച്ച് ഫിസിക്കലി കുറച്ച് പെയിൻ നമ്മൾ ഗോ ത്രൂ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലും ഒരുപാട് അഭ്യുന്നതികൾ നമുക്ക് ഉണ്ടാകും, ഒരുപാട് ഉയർച്ചകൾ നമുക്ക് ഉണ്ടാകും. പക്ഷേ ആ ഒരു തയ്യാറെടുപ്പ് നമുക്ക് ഉണ്ടാവണമെന്ന് മാത്രം. ദി പവർ ഓഫ് ടൈനി ഗെയിൻസ്. നമ്മുടെ ടിം ഫെറിസ് എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകമാണ്, ജെയിംസ് ക്ലിയറാണ് ആറ്റോമിക് ഹാബിറ്റ്സ് എഴുതിയിട്ടുള്ളത്. ആറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്, ദ പവർ ഓഫ് ടൈനി ഗെയിൻസ്. അദ്ദേഹമാണ് അത് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ ദിവസവും നമ്മൾ 1% മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, 1% പോസിറ്റീവ് ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ അളക്കാനാവാത്ത വ്യത്യാസം ഉണ്ടാവും. ചെറിയ വ്യത്യാസം, ഓരോ ദിവസവും ചെറിയ ചെറിയ വ്യത്യാസം വരുത്തിയാൽ പോലും നമ്മുടെ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും വളരെ വലിയ മാറ്റമായിരിക്കും ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ അദ്ദേഹം പറയുന്നത് 1% ബെറ്റർ എവറി ഡേ. നിങ്ങൾ ഇന്നലെ എങ്ങനെയായിരുന്നോ അതിനേക്കാളും 1% ബെറ്റർ ആയിട്ടുള്ളൊരു വ്യക്തിത്വമായിട്ട് നിങ്ങൾ ഇന്ന് മാറുന്നു. നാളെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് 1% ബെറ്റർ ആയിട്ട് മാറുന്നു. മറ്റന്നാൾ നാളത്തെ അവസ്ഥയിൽ നിന്ന് 1% ബെറ്റർ ആവുന്നു. അങ്ങനെ നിങ്ങൾ സ്വയം ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തി കഴിഞ്ഞാൽ ആ ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും ഏതാണ്ട് 37.38% ഇമ്പ്രൂവ്ഡ് വേർഷനായി നിങ്ങൾ മാറിയിട്ടുണ്ടാകും. സ്വയം ഒരു നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് വേർഷനിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടാകും. നേരെ മറിച്ച് നിങ്ങൾ 1% വേഴ്സർ എവറി ഡേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് നിങ്ങളെന്താ പറയുക, ഒരു 0.03% മാറ്റമാണ് അവിടെ ഉണ്ടാവുക. പക്ഷെ നല്ലത് ചെയ്യുമ്പോൾ ഗണ്യമായ മാറ്റമാണ് ഉണ്ടാവുന്നത്. ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറയാം. നിങ്ങളിൽ എത്ര പേർക്ക് ഒരു വർഷം, അതായത് ഈ ഒരു വർഷം 1 മാസം എക്സ്ട്രാ വേണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്? എന്നാണ് ചോദിക്കൂ, നമ്മുടെ ഈ ഒരു വർഷം 1 മാസം എക്സ്ട്രാ കയ്യിൽ കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നുന്ന എത്ര പേരുണ്ട്? നിങ്ങൾക്കുള്ളൊരു ടിപ്പാണ് ഞാൻ തരാൻ പോകുന്നത്, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക.
നിങ്ങൾ എല്ലാ ദിവസവും എഴുന്നേൽക്കുന്ന സമയം 7 മണിയാണെന്ന് ചിന്തിക്കുക. സപ്പോസ് യു ആർ ഗെറ്റിംഗ് അപ്പ് എവറി ഡേ അറ്റ് 7 o'clock. 7 മണി എന്നുള്ള ഈ സമയത്ത് നിങ്ങൾ തീരുമാനിക്കുകയാണ്, ഞാൻ നാളെ മുതൽ ഞാൻ 5 മണിക്ക് എഴുന്നേൽക്കും, 2 മണിക്കൂർ ഞാൻ നേരത്തെ എഴുന്നേൽക്കും. നിങ്ങൾ എത്ര സമയത്താണ് നിങ്ങൾ എഴുന്നേൽക്കുന്ന സമയം എത്ര ആയാലും ശരി, അതൊന്നും നിങ്ങൾ 2 മണിക്കൂർ നേരത്തെ എഴുന്നേൽക്കും നിങ്ങൾ സ്വയം അങ്ങോട്ട് തീരുമാനിക്കുകയാണെങ്കിൽ, അത് നിങ്ങൾ പ്രാവർത്തികമാക്കാൻ തുടങ്ങിയാൽ, അത് 1 വർഷം കൺസിസ്റ്റൻ്റ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഗുണമാണ് ഞാൻ ഇനി പറയാൻ പോണത്. നോക്കൂ, 2 മണിക്കൂറെ ഗുണിക്കണം 31 ദിവസം, അപ്പോൾ ഒരു മാസത്തിൽ 62 മണിക്കൂർ എക്സ്ട്രാ കിട്ടി. ആ 62 ഗുണിക്കണം 12 മാസം, അപ്പോൾ 744 മണിക്കൂർ ഒരു വർഷം നമുക്ക് എക്സ്ട്രാ കിട്ടി. 744 ഗുണിക്കണം 24 മണിക്കൂർ, അപ്പോൾ എത്രയായി? 31 ഡേയ്സ് പെർ ഇയർ. 31 ഡേയ്സ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 31 ഡേയ്സ് ഈസ് ഈക്വൽ ടു 1 മന്ത്. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു മാസം എക്സ്ട്രാ കിട്ടുന്നത്. ഒരു ദിവസം നമ്മൾ എക്സ്ട്രാ 2 മണിക്കൂർ നേരത്തെ ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായാൽ പോലും നമുക്ക് ഒരു മാസം എക്സ്ട്രാ കിട്ടും. ഓക്കെ, ലേൺ ടു ഡു യുവർ ഓൺ പുഷപ്സ്. എൻ്റെ വീടിൻ്റെ അടുത്ത് വലിയൊരു ജിംനേഷ്യം ഉണ്ട്. ആ ജിംനേഷ്യത്തിലേക്ക് എല്ലാ ദിവസവും രാവിലെ ഒരു കോടീശ്വരനായ ഒരാളുടെ മകൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി വരും. അവൻ വളരെയധികം ആഡംബരപൂർണ്ണമായിട്ടൊരു കാറിലാണ് അവൻ വന്നിറങ്ങുക. കാർ ഓടിക്കാൻ ഒരു ഡ്രൈവർ ഉണ്ടാവും, തൊപ്പിയൊക്കെ വെച്ചിട്ട്. അവൻ്റെ കൂടെ അവൻ്റെ ഒരു മാനേജർ ഉണ്ടാകും. അവൻ്റെ പെട്ടിയും ബാഗ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ കൂടെ ഉണ്ടാകും. അതിന് പുറമെ ഒരു ബോഡി ഗാർഡ്, അവന് വേണ്ടിയിട്ടൊരു ബോഡി ഗാർഡും ഉണ്ടാകും. ഈ 4 പേരുടെ അകമ്പടിയോടെയാണ് അവൻ എപ്പോഴും ആ ജിമ്മിലേക്ക് കയറി പോവുക. അവിടെ കയറി പോയി കഴിഞ്ഞാലോ അവനെ മാത്രം സ്പെഷ്യലി ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പേഴ്സണൽ ട്രെയിനറും ഉണ്ടാകും. അങ്ങനെ 5 പേര് അവനെ ചുറ്റും ഉണ്ടാകും ആ ജിമ്മിൽ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഈ 5 പേരല്ല, അവൻ സ്വയം എക്സസൈസ് ചെയ്താലല്ലേ അവൻ്റെ കയ്യിൽ മസിൽ ഉണ്ടാവുകയുള്ളൂ, അല്ലേ? ഈ 5 പേരെ കൊണ്ട് എക്സസൈസ് ചെയ്യിച്ചാൽ അവനക്ക് മസിൽ ഉണ്ടാവുമോ? ഇല്ല. ചുറ്റും എത്ര പേരുണ്ടെങ്കിലും നമ്മൾ പ്രവർത്തിച്ച് നമ്മൾ ഇറങ്ങി കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. ജിമ്മിലാണെങ്കിൽ പോലും നമ്മൾ വർക്കൗട്ട് ചെയ്താലാണ് നമുക്ക് മസിൽ ഉണ്ടാവുക, നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുക. എന്ന് പറയുന്ന പോലെ നമ്മുടെ ലൈഫിൽ ആരും നമ്മളെ ഒരുപാട് അങ്ങോട്ട് പൊക്കിക്കൊണ്ടുവരാനൊന്നും ശ്രമിക്കില്ല. ഓരോരുത്തരും സ്വയം അങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് എനിക്ക് നന്നാവണം, എനിക്ക് വിജയിക്കണം, എനിക്ക് എൻ്റെ ലൈഫിൽ അടുത്ത ഘട്ടത്തിലേക്ക് പോകണം എന്ന് മനസ്സിലാക്കിയിട്ട് സ്വയം അങ്ങോട്ട് ഇറങ്ങി കളിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെ ലൈഫിലും വിജയം ഉണ്ടാകും. അപ്പോൾ ട്രൈ ടു ലേൺ ടു ഡു യുവർ ഓൺ പുഷപ്സ്. നിങ്ങളുടെ പുഷപ്സ് നിങ്ങൾ സ്വയം എടുക്കാൻ തയ്യാറാവുക. അവസാനമായി ഞാനൊരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എപ്പിക് എന്ന് പറയാവുന്ന സംഭവമാണ് തിരുക്കുറൽ. തിരുവള്ളുവർ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ 1248 കുറലുകളുള്ള ഒരു പുസ്തകമാണ് തിരുക്കുറൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ ദിവസവും ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് ഇതിലൊരു കുറൽ വായിച്ചിട്ടാണ് ഞാൻ എൻ്റെ ജോലിക്ക് കടക്കാറുള്ളത്. നമ്മുടെ ഖുർആനൊക്കെ വായിക്കുന്ന അതേ ഒരു ഇഷ്ടത്തോടു കൂടി ഞാൻ എന്ത് ചെയ്യാറുണ്ട്? തിരുക്കുറലും വായിക്കാറുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വേഴ്സാണ് ഞാനിവിടെ പറയുന്നത്. ആ കുറലുകളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുറലാണ് ഞാൻ അവിടെ എഴുതിയിട്ടുള്ളത്. അതിങ്ങനെയാണ്: ഒൻറേ സെയ്, അത് നൻറേ സെയ്, അതെയും ഇൻട്രേ സെയ്. ഒൻറേ സെയ് എന്ന് പറഞ്ഞാൽ ഒരു സമയം ഒരു കാര്യം ചെയ്യുക, ഒരു കാര്യത്തിൽ ഫുൾ ശ്രദ്ധ അർപ്പിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക. അപ്പോൾ ഒൻറേ സെയ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക. രണ്ടാമത്തത് അത് നൻറേ സെയ്. അത് നൻറേ സെയ് എന്ന് പറഞ്ഞാൽ അതിന് നന്നായി ചെയ്യുക, അതിന് ഏറ്റവും തികവോട് കൂടി ഏറ്റവും നല്ല ഒരു പെർഫെക്ഷൻ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ ചെയ്യുക. ഏറ്റവും നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. നല്ല രീതിയിൽ അതിനെ ചെയ്യുക, തികവൊത്ത രീതിയിൽ അതിനെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. അതിനെ നന്നായി ചെയ്യുക, ഫുൾ കമ്മിറ്റ്മെൻറ്റോട് കൂടി അതിനെ ചെയ്യുക. അടുത്ത പോയിൻ്റാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അതെയും ഇൻട്രേ സെയ്. അത് നീ ഇന്ന് തന്നെ ചെയ്യ്, നാളേക്ക് വെക്കരുത്. അത് നീ ഇന്ന് തന്നെ ചെയ്യ്, ഇപ്പോൾ ചെയ്യ്. കാരണം നിൻ്റെ നാളെ തുടങ്ങുന്നത് നാളെ നേരം വെളുത്തതിന് ശേഷമല്ല, നിൻ്റെ നാളെയുടെ ആരംഭം ഇപ്പോൾ ഈ നിമിഷം മുതലാണ് എന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ അതാണ് ഒൻറേ സെയ്, അത് നൻറേ സെയ്, അതെയും ഇൻട്രേ സെയ് എന്ന് പറയുന്ന തിരുക്കുറലിൻ്റെ വചനങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വിഷയം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം കേട്ട് തിയറി മാത്രം പഠിച്ച് കളയാതെ എല്ലാം ഒന്ന് പ്രാക്ടിക്കലി ചെയ്തു നോക്കുക. ഈ പറയുന്ന ഓരോ ടെക്നിക്കുകളെ കുറിച്ചിട്ടും നിങ്ങൾ കൂടുതൽ ബ്രൗസ് ചെയ്ത് നെറ്റിലൊക്കെ പരതി കൂടുതൽ ഇൻഫർമേഷൻസ് എടുത്തിട്ട് ഒന്നും കൂടി ആഴത്തിൽ പഠിക്കാനും പ്രവർത്തിച്ച് നോക്കാനും പ്രായോഗികവൽക്കരിക്കാനും ഒക്കെ ശ്രമിക്കുക. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാം ആഗ്രഹിച്ച ആ ഉയരങ്ങളിലേക്ക് എത്താൻ ദൈവം വഴിയൊരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും
ജീവിതത്തിൽ നല്ലൊരു വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.